ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ റവയും ചക്കപ്പഴവും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചക്കയുടെ അടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അരി അരയ്ക്കുകയോ അരിപ്പൊടി ഒന്നും വേണ്ട. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ മതി ഇത് തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റാണിത്. സാധാരണ നമ്മളിപ്പോൾ ചക്കയുടെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രിക് ഒക്കെ വരുമല്ലോ. അങ്ങനെ നെഞ്ചരിച്ചിലൊന്നും വരില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് കണ്ടോ, ഞാനിപ്പം ഇത്രയും നന്നായിട്ട് പഴുത്ത ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവും ചകണിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. ഞാനിപ്പം ചക്കപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്കിതുപോലെ 2-3 കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ആദ്യമേ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് അടി പിടിക്കാതെ വേവിക്കണേ. ഇത് കണ്ടോ, ഇപ്പോൾ ചക്കപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത ചക്കപ്പഴത്തിന് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചായിരുന്നു. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ഈ വെന്ത ചക്കപ്പഴത്തിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്കിപ്പം ഇതുപോലെ വെന്ത ചക്കപ്പഴം വേവിച്ചിട്ട്, ചക്കപ്പഴമൊക്കെ ക്ലീൻ ചെയ്ത് അതിനെ വേവിച്ചിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ഒരു ബോക്സിൻ്റെ അകത്തിട്ട് അടച്ച് നമുക്ക് ഫ്രീസറിൻ്റെ അകത്ത് വെച്ചാൽ 1 വർഷത്തോളം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. മഴക്കാലത്തൊക്കെ നമുക്ക് തോന്നുമ്പോൾ അതെടുത്ത് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ വെന്ത ചക്കപ്പഴത്തിന് ബോക്സിലായിട്ട് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഇനി ആ ചക്കപ്പഴം നമ്മൾ അരയ്ക്കുമ്പം അതിൻ്റെ കൂടെ ഒരു 5-6 ഏലക്കായും, ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു കുറച്ച് ജാതിക്ക. ഇതുപോലെ ഒരു ജാതിക്കേനെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് നമ്മൾ ഈ ചക്കപ്പഴം അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി അരയ്ക്കണം. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അതുപോലെ നമുക്ക് ഗ്യാസ്ട്രിക് പിന്നെ നെഞ്ചെരിച്ചിലിൻ്റെ പ്രശ്നങ്ങളൊന്നും വരികയില്ല ഇതുപോലെ ജാതിക്ക കൂട്ടി നമ്മൾ അരച്ചാൽ. അപ്പം ഞാനിപ്പം ജാതിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഒരു 5-6 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അകത്തെ ആ കുരു മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കര. ഇപ്പം ശർക്കര നമ്മുടെ മധുരത്തിന് അനുസരിച്ച് നമ്മൾ ശർക്കര എടുക്കണം. എത്ര ശർക്കര വേണോ അത്രത്തോളം ശർക്കര എടുത്തിട്ട്, നമ്മളിപ്പോൾ റവ ഇപ്പോൾ ഒരു 3 കപ്പൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 250 ഗ്രാംസൊക്കെ ശർക്കര എടുക്കണം. ശർക്കരേനെ വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കി ഒന്ന് പാനിയാക്കി എടുക്കണം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ശർക്കരയാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്താൽ മതി. പക്ഷേ ഇങ്ങനെ നമ്മളൊന്ന് ഉരുക്കി ചേർക്കുമ്പം അതിന് കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റും നമ്മുടെ ചക്കയടയ്ക്ക് നല്ലൊരു കളറും കിട്ടും. ഇത് ഇപ്പം ഞാനിവിടെ ശർക്കര പാനിയാക്കി മാറ്റി വെച്ചു. അതുപോലെ തന്നെ ചക്കപ്പഴം അരച്ചെടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ. കുറച്ച് തേങ്ങ ഞാൻ ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇതുപോലെ തേങ്ങ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരകി ഇട്ടാലും മതി. ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പം ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു കപ്പിൽ ഞാൻ 3 കപ്പ് ബോംബെ റവ, നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവയുണ്ടല്ലോ, ആ 3 കപ്പ് റവ ഇത് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നമ്മുടെ നല്ല ടേസ്റ്റ് ആയിരിക്കും റവയൊന്ന് വറുത്തിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ. വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നെയ്യിലൊന്ന് വറുത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് റവ വറുത്തു. അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് ചൂടായി കിട്ടണം. ആ തേങ്ങയൊക്കെ കുറച്ചുകൂടി ഒരു ക്രിസ്പി ആയി കിട്ടും ആ റവയുടെ കൂടെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ആ ശർക്കര, ഉരുക്കിയ ശർക്കര ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചക്കപ്പഴം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ അരച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അധികം നേരമൊന്നും വേണ്ട, റവയാണല്ലോ, അത് കാരണം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് കുറുകി കിട്ടും. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഒരു കുറച്ച് ഉപ്പ്, ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോഴത്തേനും ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കിട്ടും നമ്മുടെ ഈ മാവ്. എന്നിട്ട് അധികം ഇങ്ങനെ നമ്മൾ ഉപ്പുമാവ് പോലെ ഒത്തിരി അങ്ങ് ഇതാവേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഇതാറിക്കഴിയുമ്പം കുറച്ചുകൂടെ ഇങ്ങനെ കട്ടിയാകും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വന്നു കഴിയുമ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
ആ മാവൊക്കെ ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വാഴയിലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വാഴയില ഈ ഒരു നമുക്ക് വേണ്ട സൈസിലൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ലെങ്കിൽ വട്ടയിലയ്ക്കകത്തും നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇത് വട്ടയില ഇല്ലെങ്കിൽ തേക്കിൻ്റെ ഇലയ്ക്കകത്തും തയ്യാറാക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് എണ്ണയൊന്ന് തൂത്തിട്ട് ആ പ്ലേറ്റിൽ നമുക്ക് ഇതുപോലെ അട പോലെ പരത്തി വെച്ചിട്ടും ഇത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പം വാഴയില ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മാവും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ആദ്യം കൈ ഒന്ന് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് ഈ മാവ് ഒന്നുകൂടെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അത് കുറച്ചിങ്ങനെ മേലെയൊക്കെ ഇങ്ങനെ ഒന്ന് കട്ടിയായിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാഴയില എടുത്തിട്ട് കൈ ഒന്ന് പതുക്കെ നനച്ചിട്ട് ആവശ്യത്തിന് മാവ് എടുത്തിട്ട് ഒത്തിരി കട്ടിയായിട്ടല്ല, കുറച്ച് കനം കുറച്ച് പരത്തിയെടുക്കണം. അപ്പോഴായിരിക്കും നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒത്തിരി കനമായി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് തോന്നത്തില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തി കുറച്ച് കനം കുറച്ച് നമ്മളൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് ഒറ്റ 2 മടക്കായിട്ടല്ല ഞാൻ കാണിച്ചത്. സൈഡിലൊക്കെ ഒന്ന് കുറച്ച് ഗ്യാപ്പ് വിടണം, അല്ലെങ്കിൽ അത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് പുറത്തേക്കൊക്കെ വരും. അപ്പോൾ സൈഡിലൊക്കെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിത് ഇനി മടക്കുമ്പം ആദ്യമേ ഒരു മടക്ക് ഇതുപോലെ മടക്കിയിട്ട് രണ്ടാമത് ഒന്നുകൂടെ മടക്കണം. അപ്പോൾ ആ വാഴയിലയുടെ ടേസ്റ്റൊക്കെ കിട്ടും. കണ്ടോ, ഇതുപോലെ ആക്കിയെടുത്തിട്ട് എല്ലാം നമുക്കിതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇത് കണ്ടോ, എല്ലാം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റീമർ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് വേവണം. ആൾറെഡി ഇത് റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും ഒരു 15 മിനിറ്റ് സ്റ്റീമിലും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള അടിപൊളി ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാമോ? വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ കുട്ടികൾ പോലും വളരെ ഇഷ്ടപ്പെടുന്ന ചക്കയുടെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.